ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 16 അധ്യായം 14 വാക്യം. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. ഝാൻസി റാണിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിച്ച ധീരയായ തോഴിയായിരുന്നു ജൽക്കാരി. ഝാൻസിയിലെ രാജാവായ ഗംഗാധര റാവുവിൻ്റെ സൈന്യത്തിലെ ഒരു ഭടനെയായിരുന്നു ജൽക്കാരി വിവാഹം ചെയ്തിരുന്നത്. വിവാഹം കഴിഞ്ഞയുടൻ അയാൾ അവളെയും കൂട്ടിക്കൊണ്ട് ഝാൻസിയിലെത്തി. ഒരിക്കൽ രാജധാനിയിലെത്തിയ ജൽക്കാരി ഝാൻസിയിലെ റാണിയായ ലക്ഷ്മിഭായിയെ കണ്ടു. റാണി ജൽക്കാരിയെ തൻ്റെ ദാസിമാരിൽ ഒരാളായി നിയമിച്ചു. അധികം താമസിക്കാതെ ജൽക്കാരി റാണിയുടെ വിശ്വസ്ത മിത്രമായി തീർന്നു. റാണിക്കൊരു കുട്ടി ജനിച്ചെങ്കിലും 3 മാസം പ്രായമായപ്പോൾ ആ കുട്ടി മരിച്ചു. കുട്ടിയുടെ മരണം സൃഷ്ടിച്ച ദുഃഖത്താൽ ഗംഗാധര രാജാവ് രോഗശയ്യയിലായി. അധികം താമസിക്കാതെ അദ്ദേഹം നാട് നീങ്ങി. പിന്തുടർച്ചാവകാശി ഇല്ലാതെ രാജാവ് മരിച്ചാൽ ആ രാജ്യം ഇംഗ്ലീഷുകാരുടേതാകും. അതായിരുന്നു അക്കാലത്തെ നിയമം. ഈ നിയമം ഉപയോഗിച്ച് ഇംഗ്ലീഷുകാർ ഝാൻസിയെ ബലമായി തങ്ങളുടെ സാമ്രാജ്യത്തോട് ചേർത്തു. റാണി ഇതിനെതിരായി നിന്നു. റാണിയോടൊപ്പം അവരുടെ തോഴി ജൽക്കാരിയും ഉണ്ടായിരുന്നു. 1858 ഇംഗ്ലീഷ് സൈന്യം ശക്തമായ ആക്രമണം നടത്തി. ഇംഗ്ലീഷ് പട്ടാളം കോട്ട തകർത്ത് ഉള്ളിൽ കയറുമെന്നും റാണിക്കും കൂട്ടർക്കും മനസ്സിലായി. എന്ത് ചെയ്യണമെന്നറിയാതെ അവർ കുഴങ്ങി. അപ്പോൾ ജൽക്കാരി ഒരു വഴി കണ്ടുപിടിച്ചു. റാണിയെ കോട്ടയ്ക്കുള്ളിൽ നിന്നും പുറത്തു കടത്തുക. പക്ഷേ കോട്ടയിൽ നിന്ന് പുറത്തു കടക്കുക വിഷമമായിരുന്നു. ധീരയായ ജൽക്കാരി അതിനും പോംവഴി കണ്ടെത്തി. അപ്രധാനമായ ഒരു കോട്ടവാതിൽ തുറന്ന് അവർ റാണിയെ പുറത്തിറക്കി. അതിനുശേഷം ജൽക്കാരി കോട്ടയ്ക്കുള്ളിൽ പ്രവേശിച്ച് വാതിലടച്ചു. കൊട്ടാരത്തിലെത്തിയ ജൽക്കാരി റാണിയുടെ വേഷം ധരിച്ചു. ഇപ്പോൾ ജൽക്കാരിയെ കണ്ടാൽ റാണി ലക്ഷ്മിഭായി ആണെന്നേ ആരും പറയുകയുള്ളൂ. റാണിയുടെ വേഷം ധരിച്ച ജൽക്കാരി കോട്ടവാതിൽ തുറന്ന് പുറത്തിറങ്ങി. ഇംഗ്ലീഷ് പടയാളികൾ അവരുടെ നേരെ ചാടി വീണു. അവർക്ക് കീഴടങ്ങിക്കൊണ്ട് അവൾ പറഞ്ഞു, ഞാനും എൻ്റെ സൈന്യവും കീഴടങ്ങാൻ തയ്യാറാണ്. ഉടൻ എന്നെ നിങ്ങളുടെ സൈന്യത്തിൻ്റെ നേതാവായ ഹ്യൂറോസിൻ്റെ അടുക്കൽ എത്തിക്കുക. കീഴടങ്ങലിൻ്റെ വ്യവസ്ഥകൾ തീരുമാനിക്കുന്നതുവരെ ആരും കോട്ടയ്ക്കുള്ളിൽ പ്രവേശിക്കരുത്. ഇംഗ്ലീഷ് പടയാളികൾ ആ വ്യവസ്ഥ സമ്മതിച്ചു. കീഴടങ്ങിയ റാണിയെ കൂട്ടി അവർ തങ്ങളുടെ സേനാനായകൻ്റെ അടുത്തേക്ക് തിരിച്ചു. എന്നാൽ അത് യഥാർത്ഥ റാണിയാണോ എന്നറിയാനായി ഹ്യൂറോസ് റാണിയുടെ കൂട്ടത്തിൽ നിന്ന് കൂറുമാറി തങ്ങളോട് ചേർന്ന ദുലാജീനെ കൂട്ടിക്കൊണ്ടുവരാൻ നിർദ്ദേശം നൽകി. ദുലാജീനെ ഇംഗ്ലീഷ് പടയാളികൾ കൊണ്ടുവന്നു. അയാളെ കണ്ടപ്പോൾ റാണി പറഞ്ഞു, നിങ്ങൾ വഞ്ചകനാണ്, നാടിനെ ഒറ്റിക്കൊടുത്തവൻ. റാണിയുടെ തോഴിയാണ് അതെന്ന് ദുലാജിന് മനസ്സിലായി. അയാൾ ഉറക്കെ പറഞ്ഞു, ഇത് റാണിയല്ല, തോഴിയാണ്. ഇവൾ റാണിയുടെ വേഷം ധരിച്ചിരിക്കുന്നതാണ്. താൻ കബളിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഹ്യൂറോസ് ഝാൻസി റാണിയെ പിടിക്കുവാനായി പടയാളികൾക്ക് നിർദ്ദേശം കൊടുത്തു. എന്നാൽ അവർക്കതിന് കഴിഞ്ഞില്ല. പിറ്റേന്ന് ഇംഗ്ലീഷ് സൈന്യം ജൽക്കാരിയെ തൂക്കിലേറ്റി. കൊലക്കയർ കഴുത്തിലിടുന്നതിന് മുമ്പ് ജൽക്കാരി തനിക്ക് ചുറ്റും കൂടിയിരുന്ന ഇംഗ്ലീഷ് പടയാളികളോട് പറഞ്ഞു, നിങ്ങൾക്ക് എക്കാലവും എൻ്റെ നാടിനെ അടിമത്തത്തിലാക്കാൻ സാധിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ സ്വാതന്ത്ര്യം നേടും. റാണി ലക്ഷ്മിഭായി നീണാൾ വാഴട്ടെ. പിന്നീട് ഒരു പുഞ്ചിരിയോടെ ജൽക്കാരി കൊലക്കയർ കഴുത്തിൽ അണിഞ്ഞു. ഝാൻസിയിലെ ജനങ്ങൾ ഇന്നും റാണി ലക്ഷ്മിഭായിയുടെ ജീവൻ രക്ഷിക്കാൻ സ്വയം മരണം വരിച്ച തങ്ങളുടെ പ്രിയപ്പെട്ട ജൽക്കാരിയെ ഓർമ്മിക്കുന്നു. സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനമാണ് ജൽക്കാരി ഇവിടെ പ്രകടിപ്പിച്ചത്. തൻ്റെ രാജ്ഞിക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുക, ഇതാണ് വലിയ സ്നേഹം. 2000 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കർത്താവായ യേശുവും ഈ സ്നേഹമാണ് കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി കാട്ടിത്തന്നത്. യഥാർത്ഥ സ്നേഹം ത്യാഗത്തിനും കഷ്ടപ്പാടിനുമൊക്കെ അതീതമാണ്. സഹനങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ സ്നേഹിതരെ ഉപേക്ഷിക്കുന്നവരുണ്ട്. ഇത് യഥാർത്ഥ സ്നേഹമല്ല. കർത്താവ് കാട്ടിയ ആ സ്നേഹത്തിൻ്റെ മാതൃക പിൻപറ്റുവാനായി ഇന്നത്തെ വചന കേൾവി നമ്മേവരെയും സഹായിക്കട്ടെ. പ്രിയ കർത്താവെ, നൽകിയ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങ് കാട്ടിത്തന്ന സ്നേഹത്തിൻ്റെ മാതൃക ജീവിതത്തിലെല്ലാ കാലവും പിൻപറ്റുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ, ആമേൻ.